കുട്ടികൾ സ്വന്തമായിട്ട് ഈ രൂപത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനും ഇങ്ങനൊരു എക്സിബിഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ അവർ ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാക്കുന്നത് അവരുടെ ഐഡിയകളും അതുപോലെ തന്നെ അവരുടെ ഈ രൂപത്തിലുള്ള സ്കില്ലൊക്കെ നല്ല രൂപത്തിൽ ഡെവലപ്പ് ആവും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അവർക്ക് സ്കില്ല് മതി. ഇപ്പോൾ അവരുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു മേഖല ഫ്യൂച്ചറിൽ ടെക്നോളജി മേഖലയായിരിക്കും. അപ്പോൾ ടെക്നിക്കലി അവർക്കുള്ള സ്കില്ല് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫ്യൂച്ചറിനെ നല്ല രൂപത്തിൽ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഒരു പരീക്ഷണമാണ് ഇവിടെ ഈ ഒരു എക്സിബിഷനിലൂടെ അവർക്ക് കിട്ടുന്നത്. അതുപോലെ വലിയ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വേദികളിൽ അവർക്ക് പങ്കെടുക്കാൻ പ്രസൻറ്റേഷനും അതുപോലെയുള്ള ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു ഇവൻറ്റിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്നത്. കൊണ്ടോട്ടി തുറയ്ക്കൽ അൽ ഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച റോബോട്ടിക് എക്സ്പോ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ അവബോധവും സാങ്കേതിക വിദ്യകളോടുള്ള താൽപര്യവും വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിക്ക് ടെക് അസിസ്റ്റ നേതൃത്വം നൽകി. ടെക് അസിസ്റ്റ എന്ന് പറയുന്ന കമ്പനി അസിസ്റ്റ ഇന്നോവേറ്റ് എന്ന പേരിൽ സ്കൂളുകളിൽ നടത്തുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ടെക് അസിസ്റ്റ കുറിച്ച് പറയുമ്പോൾ 3 വർഷത്തോളമായി നമ്മൾ സ്കൂളുകളിൽ 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക്സ്, AI, കോഡിംഗ് ഉൾപ്പെടുന്ന കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവർക്കൊരു വർഷം 20ഓളം പ്രൊജക്റ്റുകൾ കുട്ടികൾ പഠിക്കുകയും അതിൽ നിന്ന് ഒരുപാട് പ്രൊജക്റ്റുകൾ അവരുടേതായ ഇനീഷ്യേറ്റീവ് അനുസരിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളിന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രൊജക്റ്റുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അൽ ഹിദായത്ത് സ്കൂളിൽ ഈ എക്സിബിഷന് മുമ്പായിട്ട് ഇവിടെ പുളിക്കൽ ഭാഗത്ത് എബിലിറ്റി സെൻറ്റർ, ഡിസബിലിറ്റിയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സെൻറ്ററാണ്. അവിടെ നമ്മുടെ കുട്ടികൾ അവിടെ സന്ദർശിക്കുകയും അവിടെയുള്ള കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൈൻഡ് സ്റ്റിക്ക് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുത്തെ സെൻറ്ററിലേക്ക് ഇത് കുട്ടികൾ ഡൊണേറ്റ് ചെയ്യാം. ഈ കണ്ണ് കാണാത്ത ആളുകൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന രൂപത്തിലുള്ള ഒരു ബ്ലൈൻഡ് സ്റ്റിക്കാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ അടുത്തുള്ള ഒരു പാലിയേറ്റീവ് സെൻറ്റർ ഇതുപോലെ നമ്മൾ വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ തന്നെ അവരെ അസിസ്റ്റ് ചെയ്യിപ്പിച്ച് നല്ല രൂപത്തിലൊരു മെഡിസിൻ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ രോഗികളായിട്ട് കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് നിത്യേന മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുള്ളാവുന്ന രൂപത്തിൽ അവർ മരുന്ന് എല്ലാ സമയത്തും അവർ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലൊരു മെഡിസിൻ റിമൈൻഡർ എന്നുള്ള പറയുന്ന ഒരു പ്രൊജക്റ്റ് കൂടി നമ്മുടെ കുട്ടികൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, ഏകദേശം 70ഓളം പ്രൊജക്റ്റുകൾ ഇന്നിവിടെ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ സ്കില്ല് ഉപയോഗിച്ച് അവരുടെ ഐഡിയാസ് ഉപയോഗിച്ച് അവരുണ്ടാക്കിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഇന്ന് നമ്മളിവിടെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളിവിടെ അൽ ഹിദായത്ത് സ്കൂളിൽ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോയിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ റോബോട്ടിക്സ് പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. കുട്ടികളിലെ നൂതനാശയങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ സ്കൂളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു AI ക്ലാസ്സാണ്. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ക്രിയേറ്റ് അപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇത് നമ്മൾ കൊണ്ടോട്ടിയുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിസബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാനാണ് ഈ ഒരു മെഡിസിൻ റിമൈൻഡർ നമ്മൾ മെയിനായിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. വി മേക്ക് ബ്ലൈൻഡ് സ്റ്റിക്ക് ഫോർ ബ്ലൈൻഡ് പീപ്പിൾസ്. ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് പീപ്പിൾസിന് മുമ്പിലുള്ള എന്ത് തടസ്സങ്ങളും ഒന്നുകിൽ ബസറിലൂടെയോ വൈബ്രേറ്റിലൂടെയോ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതിന് മെയിനായിട്ട് വരുന്നത് അൾട്രാസോണിക് സെൻസർ, സ്വിച്ച് ആൻഡ് ആർഡിനോ യൂനോ ആണ്. കുട്ടികൾ വികസിപ്പിച്ച സാമൂഹ്യ പ്രയോജനമുള്ള പ്രോട്ടോടൈപ്പുകളായ ബ്ലൈൻഡ് സ്റ്റിക്കും മെഡിസിൻ റിമൈൻഡറും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എബിലിറ്റി സെന്റർ പുളിക്കലിനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൊണ്ടോട്ടിക്കും വിദ്യാർത്ഥികൾ ചടങ്ങിൽ കൈമാറി. സാമൂഹ്യ ഉത്തരവാദിത്തത്തിനൊപ്പം സാങ്കേതികവിദ്യയുടെ ശരിയായ ഉപയോഗവും വ്യക്തമാക്കുന്ന ശ്രദ്ധേയമായ ഘട്ടമായി അത് മാറി. എക്സ്പോ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. സംയോജിതമായി കാലാനുസൃതമായി വർത്തമാനകാലത്ത് ഗവൺമെൻറ്റുകളും സംവിധാനങ്ങൾ പോലും AI-യുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ അൽ ഹിദായത്ത് സ്കൂൾ ഒരുപടി മുന്നിൽ വന്നുകൊണ്ട് ഈ AI വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. AI ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമാണ്.
മാനേജ്മെന്റ് പ്രതിനിധികളായ ബീരാൻകുട്ടി ഹാജി, ബാബു ഹാജി, അബൂബക്കർ ഹാജി, ഇജാസ് അലവിക്കുട്ടി, അബ്ദുള്ള മഷ്, PTA പ്രസിഡന്റ് അബു ഹാജി, PTA കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടി ഉദ്ഘാടനം ചെയ്ത അതിഥികൾ വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവിനെയും സാങ്കേതിക മികവിനെയും അഭിനന്ദിച്ചു. നിങ്ങളുടെ ആദ്യ ഇൻവെൻഷൻസ് ഇവിടെ മെഡിസിൻ ടൈം കൺട്രോളർ സംതിങ് ലൈക്ക് ദാറ്റ് ദ നെയിം ദേ സെഡ് അത് ഡൊണേറ്റഡ് ടു പെയിൻ ആൻഡ് പാലിയേറ്റീവ്. Very good thing. Let us give a big clap for that thought of considering the paying people of society. രണ്ടാമതായിട്ട് ബ്ലൈൻഡ് സ്റ്റിക്ക് given to our brother who needs that. Again, I ask you to clap for that. ടെക്നോളജി മനുഷ്യത്വമുള്ളതായിരിക്കണം. ടെക്നോളജി ഒരു ധാർമ്മികമായിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചില പ്രത്യേക രാജ്യങ്ങളിലൊക്കെ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക് അസിസ്റ്റ പ്രതിനിധികൾ റോബോട്ടിക്സിന്റെ ഭാവി സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ പഠനാവസരങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. പരിപാടി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ പഠനാനുഭവമായി മാറി. ന്യൂസ് ഡെസ്ക്, എയർ 1.